നിങ്ങളുടെ മാനേജേഴ്സ്, നിങ്ങളുടെ എംപ്ലോയീസ് അവർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നില്ല, സ്വന്തമായിട്ട് ആക്ഷൻസ് എടുക്കുന്നില്ല. അവർ എപ്പോഴും നിങ്ങൾ എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഫൈനൽ വേർഡിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഒന്നുകിൽ അവർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അത്രമാത്രം കഴിവില്ലാത്ത, അത്ര ധൈര്യമില്ലാത്ത ആളുകളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത്തരം റോളിലേക്ക് അവരെ ഹയർ ചെയ്തത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ അവർ പേഴ്സണൽ ലൈഫിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവുള്ള, അതിന് ധൈര്യമുള്ള ആളുകളാണ്. പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ധൈര്യം ഓഫ് ആവുകയാണ്. അതിന് കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന എന്തോ ഒരു അവസ്ഥയാണ്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കാനുമുള്ള സേഫ്റ്റി നിങ്ങളുടെ സ്ഥാപനം ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു കയ്യബദ്ധം പറ്റിയാൽ പോലും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. അത് കളിയാക്കലാകാം, ഇൻസൾട്ട് ആവാം, ചീത്തവിളിയാകാം, ഫയർ ചെയ്യപ്പെടലാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ്. അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ അവർക്ക് ശരിക്കും കോമ്പീറ്റൻസ് ഉള്ള, അവർക്ക് സ്കില്ലുള്ള ഒരു മേഖലയിൽ പോലും ഒരു തീരുമാനം എടുക്കാനോ ആക്ഷൻ എടുക്കാനോ അവർ ഭയപ്പെടും. കാരണം സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് സ്വന്തമായിട്ടൊരു ആക്ഷൻ എടുത്താൽ അത് തെറ്റാവാൻ ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ട്. മറ്റൊരാൾ പറയുന്നത് അനുസരിക്കുക മാത്രം ചെയ്താൽ അവർക്ക് തെറ്റ് പറ്റുന്നില്ല. അതുകൊണ്ട് ആ തെറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ഈ രണ്ട് സിനാരിയോയിലും ഈ സാഹചര്യം ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലത് ആസ് എ ഫൗണ്ടർ ലീഡർ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ ആരെയും ബ്ലെയിം ചെയ്യാനില്ല.